പാലം കാണുമ്പോൾ നല്ല അടിപൊളി പാലമായിട്ട് തോന്നുമെങ്കിലും ഈ പാലം കൊണ്ട് ഇപ്പോൾ നാട്ടുകാർക്ക് വല്ല ഉപകാരമൊന്നുമില്ല. പാലത്തിന്റെ ഏറ്റവും അവസാനം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ പാലം അങ്ങ് തീർന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വഴിയില്ല, റോഡും ഇല്ല, ഒന്നുമില്ല. ടിജോയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലെ മാരിക്കലുങ്ക് പാലത്തിലാണ്. ഈ പാലം കാണുമ്പോൾ നല്ല അടിപൊളി പാലമായിട്ട് തോന്നുമെങ്കിലും ഈ പാലം കൊണ്ട് ഇപ്പോൾ നാട്ടുകാർക്ക് വല്ല ഉപകാരമൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വില്ലേജ് ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ കാണുന്നത് തൊടുപുഴ മൂലവറ്റം റോഡാണ്. അവിടെ നിന്ന് ഈ മാരിക്കലുങ്കിൽ നിന്നാണ് ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത്. ഇത്രയും ഭാഗത്തൊക്കെ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വന്നുമ്പോഴേക്കും ആ ടാറിങ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പിന്നെ പാലം തുടങ്ങിയാണ്. ഇത്രയും ഭാഗത്ത് വെട്ടിത്താപ്പാണ്. അപ്പോൾ ഇവിടെ എല്ലാം ടാർ ചെയ്യാൻ കിടക്കുന്നു. അങ്ങോട്ട് ചെന്നുമ്പോഴേക്കും നമുക്ക് പാലം കാണാം. പാലം അത്യാവശ്യം രീതി പണി കഴിപ്പിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യാനുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കുമാണ് ഇതുപോലൊക്കെ റോഡ് പോലും അവിടെ കാണാനില്ല. അങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. കാരണം 10 വർഷത്തിലധികമായിട്ട് ഈ പാലത്തിന്റെ പണി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. ഇതിന്റെ അപ്രോച്ച് റോഡും കൂടെ ശരിക്കും ഏറ്റെടുക്കുകയാണെങ്കിൽ തൊടുപുഴയ്ക്ക് മറ്റൊരു ബൈപ്പാസും കൂടെ ആകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുവഴി തൊടുപുഴയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് ഈ റോഡ് വഴി, ഈ പാലം വഴി അപ്പുറത്തേക്ക് സഞ്ചരിച്ച് മറ്റു വഴി കൂടെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം ഈ റോഡിന്റെ പണി അല്ലെങ്കിൽ ഈ പാലത്തിന്റെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് പൊതുജനങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ റോഡിന്റെ ബാക്കി ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്നതാണ് തൊടുപുഴ പട്ടണം എന്ന് പറയുന്നത്. ഈ ആറിന്റെ നേരെ കാണുന്ന കുറെ കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൂടുന്നതാണ് തൊടുപുഴയിലെ പട്ടണം എന്ന് പറയുന്നത്. ഈ താഴെ കാണുന്നതാണ് നമ്മുടെ തൊടുപുഴയാറ്. വർഷത്തിൽ 365 ദിവസവും നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്ന ഒരു ആറാണ് നമ്മുടെ ഈ തൊടുപുഴയാറ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കുറുകെയാണ് നമ്മുടെ ഈ മാരിക്കലുങ്ക് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാലം എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കും അതുപോലെ ഇവിടെയുള്ള നാട്ടുകാർക്കും ഒക്കെ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ റോഡിന്റെ ഈ പാലത്തിന്റെ മറുവശത്തോടെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ പാലത്തിന്റെ ഏറ്റവും അവസാനം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ പാലം അങ്ങ് തീർന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വഴിയില്ല, റോഡും ഇല്ല, ഒന്നുമില്ല. ഈ കാണുന്നൊരു സ്റ്റെപ്പ് മാത്രമുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി നമുക്കിത് അമ്പലത്തിലോട്ട് പോകാം. ഇവിടെ കാഞ്ഞിരമറ്റം അമ്പലമുണ്ട്, അങ്ങോട്ട് പോകാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ റോഡിനുള്ള അലൈൻമെന്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് വഴിയും കൂടെ അല്ലെങ്കിൽ സ്ഥലം കൂടെ ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ റോഡൊക്കെ പൂർത്തീകരിക്കുകയാണെങ്കിൽ തൊടുപുഴയുടെ മറ്റൊരു ബൈപ്പാസ് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാഞ്ഞിരമറ്റം ബൈപ്പാസിന്റെ പൂർത്തീകരണം നടന്നേനെ. അപ്പോൾ ഇത്രയും ഭാഗം കൊണ്ട് റോഡും മറ്റു കാര്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിലേക്ക് ഇടപെട്ട് തൊടുപുഴക്കാർക്ക് ഒരു സന്തോഷ വാർത്ത എന്ന രീതിയിൽ കാഞ്ഞിരമറ്റം ബൈപ്പാസ് തുറന്നു കൊടുക്കണമെന്നാണ് ഒരു ബ്ലോഗർ എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന. എൻ്റെ മാത്രമല്ല, ഈ നാട്ടുകാരുടെ എല്ലാവരും ആവശ്യവും അതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.